ഹലോ ഓൾ, ഇന്നൊരു പുതിയ വീഡിയോ ആണ്. ഞാൻ ലോങ് വീഡിയോ ആയിട്ടിപ്പോൾ രണ്ടാമത്തെ വീഡിയോ ആണ് കേട്ടോ ചെയ്യുന്നത്. ആദ്യത്തെ കാണാത്തവരൊന്ന് പോയി കാണണേ. എൻ്റെ ചാനലും വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഇന്ന് ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. രാവിലത്തെ കാര്യങ്ങളാണ് കൂടുതലും കാണിക്കുന്നത്. അതുപോലെ തന്നെ ഇഷ്ടപ്പെടുന്ന വീഡിയോസിനൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യണേ. അതുപോലെ കമൻസ്, നിങ്ങൾക്ക് എന്താണോ അഭിപ്രായങ്ങൾ പറയാനുള്ളത് അതൊന്ന് കമൻസായിട്ട് പറയാൻ വേണം കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കലും ലഞ്ച് ഉണ്ടാക്കലുമാണ് കേട്ടോ ഇന്ന് മെയിനായിട്ട് കാണിക്കുന്നത്. അപ്പോൾ ആദ്യം ഞാൻ പത്തിരിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിലേക്ക് പൊടി വാട്ടിയെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ചോറിനുള്ള വെള്ളം കൂടെ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ചോറിന് വെള്ളം വെച്ച് കൊടുത്തതിന് ശേഷം പിന്നെ ഞാൻ പൊടിയൊന്ന് കുഴച്ചെടുക്കുകയാണ് കേട്ടോ. നല്ല ചൂടുണ്ട്, ചൂടോടൊക്കെ തന്നെ കുഴച്ചാലാണ് നമുക്ക് സോഫ്റ്റായിട്ട് കിട്ടുള്ളൂ കേട്ടോ. അങ്ങനെ അത് കുഴച്ച് കഴിഞ്ഞപ്പോഴേക്ക് ചോറിൻ്റെ വെള്ളം തിളച്ചിരുന്നു. അങ്ങനെ അരിയൊക്കെ കഴുകി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ചോറ് വേകുമ്പോഴേക്ക് നമുക്ക് പത്തിരിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാം കേട്ടോ. അങ്ങനെ കുഴച്ചെടുത്തത് ഞാൻ പെട്ടെന്ന് തന്നെ ഉരുളകളാക്കി എടുക്കുകയാണേ. പത്തിരിൻ്റെ ബോൾസൊക്കെ റെഡിയാക്കി വെച്ചാണ്ട് പിന്നെ ഞാൻ വേഗം തന്നെ പോയത് ബെഡ്ഷീറ്റ് മാറ്റാനാണ് കേട്ടോ. ബെഡ്ഷീറ്റ് മാറ്റിയിട്ട് അത് അലക്കാനുള്ളതൊന്ന് വാഷിംഗ് മെഷീനിൽ ഇട്ടെടുത്താൽ പെട്ടെന്ന് തന്നെ റെഡി ആയിക്കോളല്ലോ. എന്നാൽ നമുക്ക് വെയിൽ പോകുന്നതിൻ്റെ മുന്നേ ചിക്കൻ ഉണക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അങ്ങനെ ഞാനത് ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മാറ്റി വിരിച്ചതിന് ശേഷം അലക്കാനുള്ളത് കൊണ്ടായിട്ട് വാഷിംഗ് മെഷീനിൽ ഇട്ട് കൊടുക്കുന്നുണ്ടേ. അങ്ങനെ അലക്കാനുള്ളത് വാഷിങ്ങിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ പയറൊന്ന് വെള്ളത്തിലിട്ട് വെക്കുന്നുണ്ട് കേട്ടോ. ഉപ്പേരിക്കുള്ള പയറാണ്. അപ്പോൾ അത് വെള്ളത്തിലിട്ട് വെച്ച് നമ്മൾ പത്തിരിയൊക്കെ പരത്തുമ്പോഴേക്ക് പിന്നെ നമുക്കത് അരിഞ്ഞെടുത്താൽ മതിയല്ലോ. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴേക്ക് നമ്മുടെ ചോറ് റെഡി ആയിട്ടുണ്ട്. ചോറ് അധികം വേവില്ലാത്ത അരിയാണ്. അപ്പം പെട്ടെന്ന് തന്നെ അത് ഉണ്ടായിട്ട് ഒന്ന് വാർത്തെടുക്കുകയാണ് കേട്ടോ വെള്ളമൊക്കെ. അതും കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ ഞാൻ പത്തിരി പരത്തുന്നത്. ഞങ്ങളെന്നും ഇങ്ങനെ തന്നെയാണ് കേട്ടോ. ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റും ഒരുമിച്ച് അങ്ങോട്ട് റെഡിയാക്കലാണ്. ഇതിൻ്റെ ഇടയിൽ മക്കളെ വിളിക്കാനും അവരെ എണീപ്പിച്ച് കുളിപ്പിച്ച് മദ്രസയിൽ പറഞ്ഞേക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനത്തെ ഒന്നും പിന്നെ ഞാനിതിൽ കാണിച്ചിട്ടില്ലേ. സത്യം പറഞ്ഞാൽ അതൊക്കെ വീഡിയോ എടുക്കാൻ മറന്നു പോവുകയും ചെയ്യും കേട്ടോ. തിരക്കല്ലേ, രാവിലെ എന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്കുള്ളൊരു സമയമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ വിട്ടു പോകുന്നതാണ്. അങ്ങനെ പത്തിരിയൊക്കെ പരത്തി കഴിഞ്ഞതിന് ശേഷം കുറച്ച് ഞാനവിടെ ഫ്രിഡ്ജിൽ മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. ഞാനെപ്പോഴും പത്തിരി ഉണ്ടാക്കുമ്പോൾ അങ്ങനെയാണ് കേട്ടോ ചെയ്യാറുള്ളത്. നാളേക്കും കൂടെ ഉള്ളത് ഇന്ന് തന്നെ പരത്തി വെക്കും. പിന്നെ നാളെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യം ആലോചിച്ചിട്ട് ടെൻഷൻ അടിക്കണ്ടല്ലോ. പിന്നെ ഞാൻ വേഗം തന്നെ ഉപ്പേരിക്കുള്ള പയറൊന്ന് അരിഞ്ഞെടുക്കുകയാണേ. അതും കഴിഞ്ഞ ശേഷമാണ് പിന്നെ ഞാൻ പത്തിരി ചുട്ടെടുക്കുന്നത്. അപ്പോഴേക്കും മക്കൾ മദ്രസ വിട്ട് വരാറായിട്ടുണ്ട്. അപ്പോൾ ഞാൻ വേഗം തന്നെ ഒന്ന് പത്തിരി ചുട്ടെടുക്കുകയാണേ. പിന്നെ ഓരൊക്കെ സ്കൂളിൽ പോയതിന് ശേഷമാണ് അധിക ദിവസം ഞാൻ ചായ കുടിക്കാറുള്ളത് കേട്ടോ. നല്ലൊരു സമാധാനമായിട്ട് കുടിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ പത്തിരിയിലേക്ക് കറിയായിട്ട് കടലയാണ് കേട്ടോ. വെള്ള കടല ഉണ്ടല്ലോ, അതാണ് കറി വെച്ചിട്ടുള്ളത്. ഞങ്ങളതിന് വെള്ളക്കടല എന്നിട്ട് പറയൽ. ശരിക്കും അതിൻ്റെ പേരെന്താണെന്നുള്ളത് എനിക്കറിയില്ല കേട്ടോ. മക്കൾക്കൊക്കെ നല്ല ഇഷ്ടമാണ് കേട്ടോ അത്. അങ്ങനെ ചായ കുടിയും കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ ഞാൻ പയർ വെക്കുന്നത്. പിന്നെ ഞങ്ങൾ ചിക്കനും കൂടെ വാങ്ങിയിരുന്നു കേട്ടോ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിന് ശേഷം കൂടെ നന്നാക്കി എടുക്കുകയാണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. ചാനലൊന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യൂ കേട്ടോ.